ചിന്നു, തീരുമാനം എടുക്കാൻ വരട്ടെ. ഏതോ ഒരു വക്കീലിനെ കൊണ്ട് കരിമനൊരു നോട്ടീസ് അയച്ചു എന്ന് വെച്ച് തീരാവുന്ന ബന്ധമാണോ നിങ്ങളുടേത്? ഞാൻ കരുമനെ അടിക്കരുതായിരുന്നു. പെട്ടെന്നൊരു നിമിഷം എന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോയി. എന്നെ പറഞ്ഞോട്ടെ, പക്ഷേ അപ്പാപ്പനെ അങ്ങനെയൊക്കെ പറഞ്ഞ ചിലപ്പോ ഞാനും സെലീന ചെയ്ത പോലെയൊക്കെ ചെയ്തെന്നിരിക്കും. എന്റെ കുഞ്ഞിന്റെ അച്ഛനാണെന്ന് വെച്ച് എന്തു പറയാനുള്ള സ്വാതന്ത്ര്യം ഞാൻ കരിമനെ കൊടുത്തിട്ടില്ല. എന്നാലും കരിമന്റെ മനസ്സിങ്ങനെ മാറിപ്പോയല്ലോ. ഞാനും സോഫിയും പലതവണ പറഞ്ഞു നോക്കിയതാ. നീ അവനോട് സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോ എനിക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഇപ്പൊ ഇല്ലാണ്ടായി. എനിക്ക് തോന്നുന്നത് ആരോ അവനിൽ വിഷം കുത്തിവെക്കുന്നുണ്ടെന്നാ. അതാരാന്നറിയേണ്ടത്. പോരാ, അതിനു മുമ്പ് പ്രദീപിന്റെ ഭാര്യ എവിടെയാ ഒളിച്ചിരിക്കുന്നതെന്നറിയണം. അവരെ കസ്റ്റഡിയിലെടുത്താലേ ചിന്നുവിന് അവകാശപ്പെട്ട സ്വത്തുക്കളുടെ രേഖകൾ കിട്ടൂ. എങ്ങനെ അവളെ കണ്ടെത്തണം? സെലീന കുഞ്ഞ് അപകടങ്ങളിലൊന്നും ചെന്ന് ചാടണ്ട. ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. നാട്ടുകാരെക്കാൾ കൂടുതൽ ശത്രുക്കൾ വീട്ടുകാരിൽ നിന്നുണ്ടായിട്ടുണ്ടല്ലോ കുഞ്ഞിന്. എന്തിന് ഈ ഞാൻ പോലും കുഞ്ഞിന്റെ ജോലിക്ക് തടസ്സം നിന്നിട്ടുണ്ട്. മതി. എനിക്ക് വേണ്ടി, എനിക്ക് അവകാശപ്പെട്ട സ്വത്തിന് വേണ്ടി കുഞ്ഞിനി ആരോടും യുദ്ധത്തിന് പോണ്ട. ഞാൻ അതിന് സമ്മതിക്കില്ല. തോറ്റുമാറുന്ന സ്വഭാവം പണ്ടേ എനിക്കില്ലെന്ന് നിനക്കറിയില്ലേ ചിന്നു? ആകെ ഉണ്ടായിരുന്ന കൂടപ്പറപ്പായിരുന്നു എന്റെ സോന. അവള് പോയി. ഇനി അവളുടെ കുഞ്ഞ് അമ്മുക്കുട്ടി, അവളെ എനിക്ക് വീണ്ടെടുക്കണം. അതിനു മുമ്പ് നിനക്ക് അവകാശപ്പെട്ട സ്വത്തുക്കളും ഒപ്പം നമ്മുടെ തറവാടും. ഞാനും നീയൊക്കെ ഓടിക്കളിച്ച് നടന്ന മുറ്റത്ത് നിന്റെയും സോനയുടെയും ഒക്കെ കുഞ്ഞുങ്ങൾ കളിച്ചു നടക്കുന്നത് എനിക്ക് കാണണം. സെലീന കുഞ്ഞെ, വേണ്ട. എനിക്കറിയാം കുഞ്ഞിന്റെ സ്വഭാവം. കുഞ്ഞൊരു കാര്യം തീരുമാനിച്ചാൽ പിന്നെ ആര് വിചാരിച്ചാലും പിന്മാറില്ല. ഇത് അപകടം പിടിച്ചൊരു കെണിയാ. ആരൊക്കെയോ ഈ കുടുംബം തകർക്കാനായി നമുക്കെതിരെ തിരിഞ്ഞിരിക്കുക. പണ്ടൊരു ഫിലിപ്പോസ് ആയിരുന്നു, പക്ഷെ ഇപ്പോ അദൃശ്യരായ ആരൊക്കെയോ ആണ്. അവർക്കാവശ്യം എന്റെയും കുഞ്ഞിന്റെയും അപ്പാപ്പന്റെയൊക്കെ ചോരയാണ്. ആ കൂട്ടത്തിൽ എന്റെ കരിമനും ചേർന്നു കഴിഞ്ഞു. ചേർന്നോട്ടെ. നമ്മളെ തകർക്കാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയല്ലേ. മതി, എനിക്കിനി ബന്ധം വേണ്ട. ഈ ഡൈവോഴ്സ് നോട്ടീസിന്റെ മറുപടി അയക്കാനുള്ള എല്ലാ ഏർപ്പാടും ചെയ്തേക്കോ കുഞ്ഞു. ചിന്നു, വേണ്ട. നിന്റെ കുഞ്ഞിന് അച്ഛനില്ലാണ്ടാവും. ഞങ്ങളെ കരിമൻ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. ഞാൻ പോയി അവന്റെ കാല് പിടിക്കാം. സെലീന, നീ കരിമനോട് മാപ്പ് പറയണം. ഇവക്ക് വേണ്ടി, ഇവളുടെ കുഞ്ഞിന് വേണ്ടി. പറയാം. അങ്ങനെ ഈ പ്രശ്നം തീരുന്നെങ്കിൽ തീരട്ടെ. ആ നോട്ടീസിങ് തരൂ. കേശുമാമനും അമ്മണിയമ്മ എപ്പോഴും പറയും ഈ തറവാടിന് എന്തോ വലിയ ശാപമുണ്ടെന്ന്. എനിക്കതിലൊന്നും തീരെ വിശ്വാസമില്ലായിരുന്നു. പക്ഷേ ഇപ്പൊ എനിക്കും വിശ്വാസമുണ്ട്. എന്തൊരു വലിയ ശാപം നമ്മളെയൊക്കെ വേട്ടയാടുന്നുണ്ടെന്ന്. അടുത്ത തലമുറയ്ക്കെങ്കിലും അതുണ്ടാവരുത്. എന്താ ഇത്ര വലിയ ആലോചന? എന്നോട് കടുത്ത ദേഷ്യമാണെന്ന് തോന്നുന്നു. അതെ, ദേഷ്യം തന്നെയാ. എന്തിനാ ഇങ്ങനെ രഹസ്യമായി കൊണ്ടുവന്ന് താമസിപ്പിക്കുന്നേ? ബാംഗ്ലൂർ കൊണ്ടുപോകാമെന്നും വിവാഹം കഴിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട്. പറഞ്ഞ വാക്ക് ഞാൻ പാലിക്കും. പക്ഷേ നീ പറഞ്ഞ വാക്ക് ഇതുവരെ പാലിച്ചില്ലല്ലോ. എന്തു വാക്ക്? ഓഹോ, അപ്പൊ അത് മറന്നോ?
നീരേറ്റ് തറവാടിനെ സംബന്ധിച്ച രേഖകൾ വിൽപ്പനയ്ക്കാക്കി തരാമെന്ന് നീ പറഞ്ഞില്ലേ? പറഞ്ഞത് സത്യമാ. പക്ഷേ എനിക്കിപ്പോ നിങ്ങളെ വിശ്വാസമില്ല. അത് കൊള്ളാലോ. അപ്പൊ പിന്നെ എങ്ങനെയാ നമ്മൾ തമ്മിലുള്ള മാര്യേജ് നടത്തുന്നേ? അഞ്ജു, നീ കരുതുന്നത് പോലെ വാക്ക് മാറ്റുന്നവനല്ല ശ്യാം. നിനക്കറിയാലോ, സോന മരിച്ചേ പിന്നെ ഞാനിവിടെ ഒറ്റയ്ക്ക. നിന്നെ ഇഷ്ടപ്പെട്ടുകൊണ്ട് തന്നെയാ ഞാൻ വിവാഹം ചെയ്യാന്ന് പറഞ്ഞത്. അതിനൊന്നും ഒരു മാറ്റവും വന്നിട്ടില്ല. നീ എത്രയും വേഗം ബാങ്ക് ലോക്കറി വെച്ചിരിക്കുന്ന ആ പ്രമാണങ്ങൾ എടുത്തതാ. കൂടുതൽ കോംപ്ലിക്കേഷൻ ഉണ്ടാകുന്നതിന് മുമ്പ് ആ ഗൾഫ് മേനോന്റെ ഭാര്യ വർഷയ്ക്ക് നമുക്ക് തറവാട് വെക്കണം. ഒന്നും രണ്ടുമല്ല, കോടികളാണ് നമ്മുടെ കയ്യിൽ വരുന്നത്. അതുകൊണ്ട് നമുക്ക് എത്രയും വേഗം സ്ഥലം വിടുകയും ചെയ്യാം. അതിനു മുൻപ് നമ്മുടെ കല്യാണം നടക്കണം. അപ്പോ നിനക്കെന്നെ വിശ്വാസമില്ലെന്നർത്ഥം? അതല്ല ശ്യാം, പ്രദീപേട്ടൻ നമ്മളെ കണ്ടുപിടിച്ചാ പിന്നെ കൊലപാതകം നടക്കും. ആരെ കൊല്ലുന്ന്? കഷ്ടം, നിനക്ക് എന്നെ പറ്റി ഒന്നും അറിയില്ല. അഞ്ജു, ഞാൻ ഈ നാട്ടിൽ നിൽക്കുന്നത് ഒരു പ്രത്യേക ദൗത്യത്തിനാ. ഞാൻ ഒറ്റയ്ക്കല്ല. എന്തിനും തയ്യാറായ ചിലർ എൻ്റെ കൂടെയുണ്ട്. ഞാനൊന്ന് വിരൽ ചൊടിച്ചാൽ പ്രദീപ് എന്നല്ല, SP സെലീന പോലും ഇല്ലാതാവും. എന്തിനാ ഇങ്ങനൊരു വാശി? ആരോടാ ദേഷ്യം? നീരേറ്റിലെ ഓരോരുത്തരോടും. എന്നെ അപമാനിച്ചിറക്കി വിട്ടവര്. സോനയുടെ പേരിൽ സ്വത്തുക്കളുണ്ടെന്ന് കരുതി ഞാൻ ക്ഷമിച്ചു. ബാംഗ്ലൂർ എത്തിയപ്പോഴല്ലേ അറിയുന്നത് അതൊക്കെ കിളവൻ കൃഷ്ണപിള്ള കേസിൽ കുരുക്കിയിട്ടിരിക്കുകയാണെന്ന്. സോനയ്ക്കതറിയാമായിരുന്നു. അവൾക്ക് എന്നെ സംശയം ഉണ്ടായിരുന്നു. എന്നിട്ട് സോനയെ? അതെ, കാലണയ്ക്ക് വകയില്ലാത്ത അവളെ പിന്നെന്ത് ചെയ്യണം? ഒരു കാർ ആക്സിഡന്റ് ബാംഗ്ലൂരിൽ ഉണ്ടാക്കാൻ ഒരു വിഷമവും വേണ്ടി വന്നില്ല എനിക്ക്. എന്നുവെച്ചാ സോനയെ നിങ്ങൾ കൊന്നു? അതെ, ഒരു കാർ ആക്സിഡന്റിൽ സോന അകാല ചരമമടഞ്ഞു. അപ്പോ അവളുടെ മകൾ അമ്മുക്കുട്ടിയോ? അതാണ് പൊന്മുട്ടയിടുന്ന താറാവ്. ആ താറാവിനെ ആരെങ്കിലും കൊല്ലുവോ? പിന്നെന്തിനാ 2 പെൺകുട്ടികളെ നിങ്ങൾ അമ്മുക്കുട്ടിയെന്ന് പറയുന്നത്? മതി, ഇത്രയും അറിഞ്ഞാൽ മതി. കഥയുടെ അന്ത്യം സസ്പെൻസ് നിറഞ്ഞാവണം. എല്ലാം എൻ്റെ ഭാവി ഭാര്യ അറിയണ്ട. ഏതാണ്ട് ഇത്രയും അറിഞ്ഞു കഴിഞ്ഞപ്പോ എന്നെപ്പറ്റി എന്ത് തോന്നുന്നു? പ്രത്യേകിച്ചൊന്നും തോന്നില്ല. ബുദ്ധിമാനാണെന്ന് തോന്നുന്നു. ഗുഡ്. ബുദ്ധിമാൻ മാത്രമല്ല, കൂടുതലുള്ള ബുദ്ധിമാൻ. എ വെരി ഷൂഡ് ആൻഡ് കണ്ണിങ് റാസ്കൽ. അതുകൊണ്ട് മാഡം സന്തോഷമായിട്ട് ആ ബാങ്ക് ലോക്കറിന്റെ കീ ഇങ്ങതാ. പ്രമാണങ്ങൾ ഞാൻ പോയി എടുക്കാം. അത് ഞാൻ കീ തരാം. ഗുഡ് ഗേൾ. നാളെ തന്നെ പ്രമാണങ്ങൾ എനിക്ക് കിട്ടണം. ഓക്കെ? പിന്നെ കല്യാണം, ഹണിമൂൺ, സിംഗപ്പൂർ യാത്ര. നമുക്കൊന്ന് അടിച്ച് പൊളിക്കണം. ഓക്കെ? വരൂ പ്രദീപ്, ഇരിക്കൂ. ഞാൻ പ്രദീപിനെ കാത്തിരിക്കുകയായിരുന്നു. ഡോക്ടർ ബാലഗോപാലൻ തമ്പിയെ ഞാൻ കണ്ടിരുന്നു. സെലീനയും സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രദീപ് ഫോർമലായി ഒരു പെറ്റീഷൻ എഴുതിത്തരണമെന്ന് സെലീന പറഞ്ഞു. പോലീസിന്റെ മേൽനോട്ടത്തിൽ ഒരു മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവ് പ്രകാരം DNA ടെസ്റ്റ് നടത്തുന്നതാണ് നല്ലത്. അയ്യോ, ഇനിയും വൈകുമോ? എൻ്റെ അമ്മക്കുട്ടിയെ എനിക്ക് എത്രയും വേഗം തിരിച്ചറിയണം. ഇത്രയും കാലം കാത്തില്ലേ, ഇനി അല്പം കൂടി ക്ഷമിക്കേ. പക്ഷേ അതിനു മുമ്പ് പ്രദീപ് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എൻ്റെ ഭാര്യയെ കണ്ടെത്തുന്ന കാര്യമായിരിക്കും. ആ കാര്യം സെലീന ഏറ്റെടുത്തു കഴിഞ്ഞു. പക്ഷേ അഞ്ജു ബാംഗ്ലൂരിലേക്ക് കടന്നു എന്ന് പറയുന്നത് ശരിയല്ലെന്ന് സെലീന പറയുന്നേ. അവൾ ഇവിടെ എവിടെയോ ഒളിച്ചു താമസിക്കുന്നുണ്ട് അത്രേ. എത്രയും വേഗം ഞാൻ അവളെ കണ്ടുപിടിക്കും. എന്നെ ചതിച്ച അവളെ ഞാൻ വെറുതെ വിടില്ല. എന്നെ പറ്റിച്ച് കൈക്കലാക്കിയ രേഖകളുണ്ടല്ലോ, ചിന്നുവിന് അവകാശപ്പെട്ട സ്വത്തുക്കളുടെ രേഖകൾ. ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ അത് ഞാൻ തിരിച്ചേൽപ്പിക്കും. ഇത് പ്രദീപിന്റെ വാക്കാ. അതൊന്നുമല്ല പ്രദീപ് ഇപ്പൊ പ്രശ്നം കരുമന. എന്താ എന്താ കരമിന്റെ പ്രശ്നം? കുഞ്ഞിനെ അവൻ ചിന്നുവിന് തിരിച്ചേൽപ്പിച്ചില്ലേ? അവളുടെ അസുഖം മാറി. ഇനിയിപ്പോ സ്വത്തിന്റെ കാര്യമല്ലേ ഉള്ളൂ. അത് ഞാൻ നോ. ചിന്നും കരുമനുമായിട്ടുള്ള പിണക്കം തീർക്കാൻ സെലീന ശ്രമിച്ചത് വലിയൊരു ദുരന്തത്തിലെ കലാശിച്ചത്. അവൾ കരുമനെ തല്ലി.
അടുത്ത ദിവസം തന്നെ കരിമൻ ചിന്നുവിന് ഡൈവേഴ്സ് നോട്ടീസ് അയച്ചു. ആ നോട്ടീസ് തിരികെ കൊടുക്കാനും മാപ്പ് പറയാനും സെലീന വീണ്ടും കരിമനെ കാണാൻ ശ്രമിച്ചു. എന്നിട്ട് ആദിവാസി കുടിലിൽ സിവിൽ ഡ്രസ് ചെന്ന സെലീനയെ കരിമനും കൂട്ടരും ചേർന്ന് തല്ലിയില്ലാന്നേ ഉള്ളൂ. അപമാനിച്ച് തിരിച്ചയച്ചു. നീരേറ്റ് തറവാടിന്റെ അസ്ഥിവാരം തോണ്ടിയിട്ടേ ഇനി ബാക്കി കാര്യമുള്ളൂ എന്ന് പ്രഖ്യാപിച്ചിരിക്കവൻ. എന്നിട്ട് ചിന്നു എന്തു പറഞ്ഞു? പാവം, ചെകുത്താനും കടലിനും നടുവിൽ പെട്ടതുപോലെ ശ്വാസം മുട്ടു അവള്. കൈക്കുഞ്ഞുമായി അവൾ എന്ത് ചെയ്യാനാ? ആശ്വസിപ്പിക്കാനാണെങ്കിൽ അച്ഛനും ഇവിടെയില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്ത് ചെയ്യാനാ? ഡൈവേഴ്സിന് തയ്യാറാണെന്ന് ചിന്നു കരിമന്റെ വക്കീലിനെ ഫോണിൽ വിളിച്ച് പറഞ്ഞിരിക്കയോ? അത് കഷ്ടമായി പോയല്ലോ. പണ്ട് മുതലേ രണ്ടാളും എന്ത് സ്നേഹത്തിലായിരുന്നു. ഇണങ്ങിയും പിണങ്ങിയൊക്കെ കഴിയുമെങ്കിലും ഇരുവരും പിരിയുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയില്ല. പ്രദീപ്, ആരോ നമ്മുടെ തറവാട് നശിപ്പിക്കാൻ മനഃപൂർവ്വം ശ്രമിക്കുന്നുണ്ട്. ആരാന്നയാളെന്നറിയില്ല. എനിക്ക് പ്രദീപിന്റെ സഹായം വേണം. എനിക്കൊരു മകനില്ല. ആ സ്ഥാനത്ത് നിന്നുകൊണ്ട് പ്രദീപ് എന്നെ സഹായിക്കണം. കരുമന്റെ ഭീഷണി അതോടെ ആയപ്പോ ഡോക്ടർ വിഷമിക്കണ്ട. എന്തിനാണെങ്കിലും ഞാനുണ്ട് കൂടെ. ഈ തറവാടിനോട് എനിക്ക് ഒരുപാട് കടപ്പാടുണ്ട്. സോനയുടെ അച്ഛൻ അനന്ത സാറാ എനിക്കൊരു ജീവിതം ഉണ്ടാക്കി തന്നത്. പിന്നീട് സോനയുടെ കുഞ്ഞിന്റെ അച്ഛനായ ഞാൻ ഒരുപാട് തെറ്റിദ്ധാരണകളുടെ പേരിൽ അകന്നു. പക്ഷേ എന്റെ നന്ദിയും കൂറും എന്നും ഈ തറവാടിനോടുണ്ട്. എന്റെ അമ്മക്കുട്ടി ഇവിടുത്തെ രക്താ. അവക്ക് വേണ്ടി മരിക്കാൻ പോലും ഞാൻ തയ്യാറാ. പ്രദീപ് വിഷമിക്കേണ്ട. DNA ടെസ്റ്റ് ഉടനെ നടത്താം. ആരാ യഥാർത്ഥ അമ്മൂന്ന് നമുക്ക് എത്രയും വേഗം കണ്ടെത്താം. അമ്മു, എന്തിനാ സങ്കടപ്പെടുന്നേ? അഴാതെ, അപ്പ വന്നിടുവേ. വരാതെ. അപ്പാക്ക് നമ്മളോട് ഇഷ്ടമില്ല. അന്ത ശ്യാമങ്ങൾ വരും. അയാൾ നമ്മളെ പിടിച്ചോണ്ട് പോയി പഴയതുപോലെ ഹോസ്റ്റലിൽ ഇടും. തല്ലുകയും ചെയ്യും. ഇല്ല, ഞാൻ പോമാട്ടെ. നീയും പോണ്ട. ഇവിടുത്തെ പാർവതി എന്നെ നല്ല ആൻറ്റിയാ. ആൻറ്റിയോട് പറഞ്ഞ് നമുക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിൽക്കാം. അവര് നമ്മളെ ഇവിടെ നിർത്തുവോ? നിർത്തും. പിന്നെ അന്ന് ആ പോലീസ് ആൻറ്റി ഇല്ലേ, സെലീന ആൻറ്റി, ആ ആൻറ്റി നല്ല ആൻറ്റിയാ. സെലീന ആൻറ്റിയോട് പറഞ്ഞ് എങ്ങനെയെങ്കിലും ഇവിടെ താമസിക്കാൻ നോക്കാം. പോലീസ് ആൻറ്റി ആയതുകൊണ്ട് ആ ക്ഷാമങ്ങൾ നമ്മൾ ഒന്നും ചെയ്യത്തില്ല. ആ പോലീസ് ആൻറ്റിക്ക് നമ്മളോട് എന്തോ ദേഷ്യമുള്ള പോലെ തോന്നുന്നു. ഏയ്, അത് നിനക്ക് തോന്നുന്നതാ. ആ ആൻറ്റിക്ക് നമ്മളോട് ഒത്തിരി ഇഷ്ടാ. നമ്മുടെ കാര്യം ആൻറ്റി ഡോക്ടർ ആൻറ്റിയോട് പറയുന്ന ഞാൻ കേട്ടു. പാവം കുട്ടികളെന്ന്. നമുക്ക് വീട്ടുവേല ചെയ്തിട്ടായാലും ഇവിടെ താമസിച്ചാൽ മതി. ഇനി എങ്ങോട്ടും പോകണ്ട. ആ ശ്യാമങ്ങളാണെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കും. അയാള് ഭയങ്കരനാ. നമ്മളിൽ ഒരാളെ ശരിക്കുള്ള അമ്മുക്കുട്ടിയാന്ന് കണ്ടെത്തിയ പിന്നെ എത്രയും വേഗം ആ ആളെ അവര് പിടിച്ചോണ്ട് പോവും. നീ സങ്കടപ്പെടണ്ട. നമ്മൾ രണ്ടാളും അമ്മുക്കുട്ടി അല്ലെന്ന് പറഞ്ഞാലോ? അങ്ങനെ പറഞ്ഞാ അയാൾ വിശ്വസിക്കോ? നമുക്ക് നമ്മുടെ ശരിക്കുള്ള ഡാഡിയെ കിട്ടുമോ? എനിക്കറിയില്ല. ശരിക്കുള്ള ഡാഡിക്കും അറിയില്ല ആരാ അമ്മൂന്ന്. നമ്മുടെ മമ്മി നമ്മൾ രണ്ടാളെ അമ്മൂന്നല്ലേ വിളിച്ചിരുന്നത്. ഇതില് നമ്മളിലെ ഒരാള് അനാഥക്കുട്ടിന്നാ ക്ഷാമങ്ങള് പറഞ്ഞത്. അപ്പൊ ആരാ ശരിക്കുള്ള അമ്മു? ആരാ മമ്മിയുടെയും ഡാഡിയുടെയും മകള്?